ഞാൻ അരീന ആനിമേഷൻ കോട്ടയത്ത് 2014-16 ബാച്ചിൽ വിഷ്വൽ എഫക്ട്സ് ആൻഡ് ആനിമേഷൻ പഠിച്ചിട്ടുണ്ടാണ്. എനിക്ക് ഇവിടുന്ന് പ്ലേസ്മെന്റ് കിട്ടി. ഫസ്റ്റ് പ്ലേസ്മെന്റ് ഡ്രൈവ് വഴി കിട്ടിയത് CDCN തൃശ്ശൂരിലാണ്. അവിടെ നിന്ന് ആണ് ഞാൻ എൻ്റെ കരിയർ ബിൽഡ് ചെയ്തതും സ്റ്റാർട്ട് ചെയ്തതും. ഞാൻ CDCN ടെക്സ്ചറിങ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അവിടെ ഒരു പ്രൊഡക്റ്റ് ഡിസൈനിങ് ആയിരുന്നു. ഫ്രം ദെയർ ഞാൻ CG-യിലേക്കും ലേക്കോൺ VFX ഇൻഡസ്ട്രിയിലോട്ട് മൂവ് ഓൺ ചെയ്തു. ഈവൻ ഇൻഡസ്ട്രിയിൽ ഞാൻ പ്ലേസ്മെന്റ് ആയി കഴിഞ്ഞു. എനിക്ക് അരീനയുടെ അസിസ്റ്റൻസ് പല പ്ലേസ്മെന്റ് ഡ്രൈവ് നടക്കുമ്പോൾ മറ്റ് MNC-കളിൽ പ്ലേസ്മെന്റ് ഡ്രൈവ് നടക്കുമ്പോഴൊക്കെ എനിക്ക് അതിന്റെ അസിസ്റ്റൻസ് ഇവിടുന്ന് മാനേജറായിട്ട് ഡ്രൈവ് പ്ലേസ്മെന്റ് ഡ്രൈവ് നടത്തുന്നതായിട്ട് ഇൻചാർജ് ആയിട്ടുള്ളവർ എന്നെ റെഗുലർലി കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് മെയിൻലി ഇവരുടെ ഹെൽപ്പ് കൊണ്ടാണ് പ്ലേസ്മെന്റ് കിട്ടിയത്. ഇനിഷ്യലി ഞാൻ CG-യിലോട്ട് പോകണം എന്ന് ആഗ്രഹിച്ച ഒരാളല്ല, പ്രൊഡക്റ്റ് ഡിസൈനിങ് അങ്ങനെയാണ്. പിന്നെ ലേറ്റോടെ നല്ല ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ CG-യിലോട്ടും പിന്നെ അവിടുന്ന് VFX ഇൻഡസ്ട്രിയിലോട്ട് പോയതാണ്. ഞാൻ ഇതുവരെ ഈ ഒരു കരിയർ ബിൽഡ് ചെയ്ത് സ്റ്റാർട്ടായിട്ട് ഏകദേശം ഒരു 10 വർഷം അടുത്താവുന്നുണ്ട്. ആ 10 വർഷത്തിനിടയ്ക്ക് പല MNC-യിൽ വർക്ക് ചെയ്യാൻ പറ്റി. XND സ്റ്റുഡിയോസ്, റീഡിഫൈൻ, ഇപ്പം നിങ്ങൾ റീസെന്റ് രാമായണ മൂവി ആയിട്ട് വന്നിരിക്കുന്നത് ബീനക് എന്ന് പറയുന്ന ഡബിൾ നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ ഉണ്ടാണ്. ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അവിടുന്ന് VFX മാറി വീണ്ടും CG-യിലേക്ക് വന്നത് HP സ്റ്റുഡിയോസ്. ഞങ്ങൾ കാണുന്ന ഹ്യൂലറ്റ്-പാക്കാർഡ് തന്നെ അവരുടെ തന്നെ ഒരു ഡിജിറ്റൽ വിങ് ഉണ്ടായിരുന്നു, CG വിങ് ഉണ്ടായിരുന്നു. അവിടെ വർക്ക് ചെയ്തു. ഇപ്പൊ ഞാൻ ഒലിവർ ഇന്ത്യ എന്ന് പറയുന്ന ഇൻഹൗസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പൊ ഒരു ഇൻഹൗസ് ഏജൻസിയാണ്. അവിടെ ഞാൻ SPക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ ഒലിവർ തന്നെ റീബ്രാൻഡ് ചെയ്ത് ബ്രാൻഡ് ടെക് പ്ലസ് അപ്പൊ പേരന്റ് കമ്പനിയാണ്. ഇപ്പൊ ഞാൻ കറോളി അവിടെ ഉള്ളത്. ഞാൻ ഈ VFX ഇൻഡസ്ട്രിയിലോട്ടോ CG-യിലോട്ടോ ഈ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നതല്ല. ഒരു IT റിലേറ്റഡ് ഫേമിലാണ് ഞാൻ നോക്കിയിരുന്നത്. പിന്നെ എനിക്ക് ആ ഒരു ആക്സിഡന്റലായിട്ട് ഇവിടെ ഒരു മനോരമയിൽ ജോബ് ഫെയർ നടന്നപ്പോൾ അങ്ങനെ അരീന കണ്ട് അവിടേക്ക് വന്നാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. ഇപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് ഫീൽഡ് ഈസ് റിയലി ഗുഡ് ടു മീ ആൻഡ് ഐ ഗുഡ് ഡൂയിങ് ഗുഡ് ഇറ്റ്. ഇപ്പോൾ ഞാൻ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ്. അറ്റ്ലീസ്റ്റ് ഐ എം ഡൂയിങ് വാട്ട് ഐ ലവ് ടു ഡു. ക്രിയേറ്റീവ് ഫീൽഡാണ്, പ്രഷറുണ്ട്, പക്ഷെ എന്നാലും വാട്ട് എവർ ഐ ഡൂയിങ് ഐ എം എൻജോയിങ് ഇറ്റ്. ഐ എം താങ്ക്ഫുൾ ടു അരീന ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. This is my career, this is my life.